ഹലോ ഓൾ, നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിച്ച ഒരു ന്യൂസായിരുന്നു സ്നോഫോൾ ഇൻ കാശ്മീർ പ്ലെയിൻസ്. സൗത്ത് ഇന്ത്യ ഇത്രമാത്രം ചുട്ടുപൊള്ളുമ്പോൾ എങ്ങനെയാണ് കാശ്മീർ പ്ലെയിൻസിൽ സ്നോഫോൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു സ്നോഫോൾ കൊണ്ട് കാശ്മീർ പ്ലെയിൻസിൽ എന്തൊക്കെ വികാസങ്ങളാണ് ഉണ്ടായതെന്നും നമുക്ക് മനസ്സിലാക്കാം. കാശ്മീർ പ്ലെയിനിൽ ഈ ഒരു സ്നോഫോൾസ് കൊണ്ട് അവരുടെ വിൻ്റർ സീസൺ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് മാറി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു വിൻ്റർ സീസൺ കാശ്മീരിൽ ഈ ഒരു അവസരത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ കാശ്മീർ റീജിയണിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സബ് സീറോ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞുവീഴ്ചയുടെ ഭാഗമായിട്ട് ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ റീജിയനിലെ ജനതയോട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ വാമറായിട്ടിരിക്കാനാണ്. നമ്മുടെ സ്വെറ്റേഴ്സൊക്കെ ധരിച്ച് കുറച്ചുകൂടെ വാമറായിട്ടിരിക്കാൻ. എന്തുകൊണ്ടായിരിക്കും? ഹെൽത്ത് കണ്ടീഷൻസ് റിസ്ക്കിയാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള, അതായത് ടെമ്പറേച്ചർ ഡൗൺ ആവുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഡിസീസ് ധാരാളമായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നു ആൾക്കാരോട് വാമറായിട്ടിരിക്കാൻ. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ്, നമുക്കറിയാം കോൾഡർ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രസിപ്പിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ മോയ്സ്ചർ അന്തരീക്ഷത്തിൽ വരുന്നു. ഈ മോയ്സ്ചർ കണ്ടന്റ് അവിടുത്തെ കുറച്ചധികം ക്രോപ്സിന് ബെനഫിഷ്യലാണ്. നമ്മുടെ ആപ്പിൾസ്, അതുപോലെ ആൽമണ്ട്സ്, ഇങ്ങനെയുള്ള ക്രോപ്സിന് അത് ബെനഫിഷ്യലാണ്. അപ്പം ഇത്രയും സംഭവ വികാസങ്ങളാണ് ഒരു സ്നോഫോള് നമ്മുടെ കാശ്മീർ റീജിയനിൽ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഒരു 17th സെഞ്ച്വറി, ഒരു 17th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ നമ്മുടെ തെക്കേ അമേരിക്കയിലെ മുക്കുവർ അവരുടെ ചുറ്റുമുള്ള കടലിലുള്ള ചില വ്യത്യാസങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കി. അതായത് ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഈ കടലിൻ്റെ ക്രമാതീതമായിട്ടുള്ള ചൂടൊക്കെ കൂടുന്നുണ്ട്. അതുപോലെ അവർക്ക് ലഭിക്കുന്ന മീനിൻ്റെയൊക്കെ ഒരു അളവ് ഗണ്യമായിട്ട് കുറയുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നടക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഡിസംബർ ഒരു ക്രിസ്മസിൻ്റെയൊക്കെ ഭാഗത്തോട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫിനോമിനനെ അവർ ലിറ്റിൽ ബോയ് എന്നർത്ഥം വരുന്ന സ്പാനിഷിൽ എൽ നീനോ എന്ന് വിളിച്ചു. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാശ്മീരിൽ മഞ്ഞ് വീഴാൻ കാരണമായിട്ടുള്ള ലാ നീന എന്ന പ്രതിഭാസത്തെ. ഓക്കെ, എൽ നീനോ നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം 2023 ഒരു മിഡൊക്കെ ആയപ്പോഴത്തേക്കിനും നമുക്ക് എൽ നീനോ കണ്ടീഷൻസ് വിസിബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഒരു 2024 ലാസ്റ്റും അതുപോലെ 2025 ഫസ്റ്റ് ജാൻ വീക്കിലേക്കൊക്കെ നമുക്ക് ലാ നീന കണ്ടീഷൻസും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ മഞ്ഞ് വീഴ്ചയ്ക്ക് കാരണമെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ലാ നീന കണ്ടീഷൻ. അല്ലെങ്കിൽ ഈ ഒരു ലാ നീന കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസം നടക്കുന്ന ഏരിയയിലെ നോർമൽ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പം ആദ്യമേ പറയാം, നമ്മുടെ ലാ നീന എൽ നീനോ ഫിനോമിനൻസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ ഫിനോമിനനാണ്. ഓക്കെ, 2 മുതൽ 7 വർഷങ്ങൾക്കിടയിൽ ക്രമമായി ആവർത്തിച്ച് വരുന്ന, അതുപോലെ 9 മുതൽ 12 മാസം വരെ പ്രൊലോങ് ചെയ്ത് നിൽക്കുന്ന ഒരു സൈക്ലിക്കൽ ഫിനോമിനൻസിൻ്റെ ഭാഗമാണ് നമ്മുടെ എൽ നീനോ അല്ലെങ്കിൽ ലാ നീന എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. അപ്പം അതിൽ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു നോർമൽ കണ്ടീഷൻസ് മനസ്സിലാക്കാം. ഈ ഒരു ഫിനോമിനൻസ് നടക്കുന്നത് നമ്മുടെ പസഫിക് ഓഷ്യനിലാണ്. ഓക്കെ, പസഫിക് ഓഷ്യനിലാണ് പസഫിക് ഓഷ്യനിൽ എക്സാക്ട്ലി നമുക്ക് പറയുകയാണെങ്കിൽ പസഫിക് ഓഷ്യനിൻ്റെ ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ നടക്കുന്ന ഒരു ഫിനോമിനൻസ് ആണ് നമ്മൾ ഈ പറയുന്ന ലാ നീന ആൻഡ് എൽ നീനോ എന്ന് പറയുന്നത്. അപ്പം പസഫിക് ഓഷ്യനിൽ നമുക്ക് കാണാം നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ ഈ ഭാഗത്തേക്കായിട്ട് വരുമ്പം ഓസ്ട്രേലിയ, ഈ ഭാഗത്തേക്ക് ഇന്തോനേഷ്യ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഏഷ്യ. ഇത്രയും വൻകരകളുടെ ഇടയിലാണ് പസഫിക് ഓഷ്യൻ ഉള്ളത്. അപ്പോൾ പസഫിക് ഓഷ്യനിൽ നോർമലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശമാണ് അല്ലേ. പസഫിക് ഓഷ്യൻ്റെ ഭൂമധ്യരേഖാ പ്രദേശത്താണ് നമ്മൾ ഈ പറയുന്ന ഫിനോമിനൻസ് കാണുന്നത്. സോ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സൺലൈറ്റ് അവിടെ പ്രൊലോങ്ഡ് ആയിട്ട് കിട്ടും, കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റ് അവിടെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഈ സൺലൈറ്റും ഹീറ്റും ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഹീറ്റ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഓൾവേസ് വാട്ടർ ആൻഡ് വിൻഡ് ഫ്ലോ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. സോ ഇതൊരു ലോ പ്രഷർ റീജിയൻ ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചില വിൻഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആ വിൻഡിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുക.
ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ ഈസ്റ്റർലീസ് എന്ന് പറയാം. സോ ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ ഈസ്റ്റർലീസ് എന്നുള്ളത് നമുക്കറിയാം, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും അവയുടെ ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ട്രേഡ് വിൻഡ്സ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അവരെ നമ്മൾ ഈസ്റ്റർലീസ് എന്ന് വിളിക്കുക. സോ ഈസ്റ്റ് ടു വെസ്റ്റ് ഫ്ലോ ചെയ്യുന്ന ഈ ട്രേഡ് വിൻഡ്സ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഫിനോമിനൻസിനെയൊക്കെ ഒന്ന് ആക്സലറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് പറയാം. സോ നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ റീജിയനിൽ നിന്നാണ് ഇത് ഫോം ആവുന്നത്. സോ ഈ ഒരു റീജിയൻ, അതായത് നമ്മുടെ സൗത്ത് അമേരിക്കൻ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ റീജിയനും ആൻഡ് നമ്മുടെ ഈ ഒരു ഓസ്ട്രേലിയ, അതായത് വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ്റെ ഈ ഒരു ഭാഗം ഒരു ലോ പ്രഷർ റീജിയനുമാണ്. സോ ട്രേഡ് വിൻഡ്സ് എന്താണ്, വളരെ അത്യാവശ്യം വെലോസിറ്റിയോട് കൂടി, നമുക്കറിയാം വിൻഡ്സ് എന്ന് പറയുന്നത് തന്നെ നാച്ചുറൽ മൂവ്മെൻറ്റ് ഓഫ് എയർ അറ്റ് എനി വെലോസിറ്റിയാണ്. സോ ഈ ഒരു വെലോസിറ്റിയോട് കൂടി സൗത്ത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ്റെ ഭാഗത്തു നിന്നും വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ്റെ ഭാഗത്തേക്ക് ട്രേഡ് വിൻഡ്സ് മൂവ് ചെയ്യുന്നു. ഈ ട്രേഡ് വിൻഡ്സിന് ഈ നമ്മുടെ പസഫിക് ഓഷ്യനിലെ സബ് സർഫസ് വാട്ടർ, അതായത് ചൂടായി കിടക്കുന്ന സർഫസ് വാട്ടറിനെ ഡ്രിഫ്റ്റ് ചെയ്യിക്കാനുള്ളൊരു കപ്പാസിറ്റിയും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കഴിവും കൂടെ ഉണ്ട്. ഈ ഒരു ഏരിയനെ കുറച്ചുകൂടെ എന്താ, ആ വാട്ടറിനെ ഡ്രിഫ്റ്റ് ചെയ്യിക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ട്രേഡ് വിൻഡ്സിന് കാണാനായിട്ട് സാധിക്കും. സോ ഈ ട്രേഡ് വിൻഡ്സ് ഈസ്റ്റ് ടു വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് വാട്ടറും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ, വിച്ച് മീൻസ് ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഓസ്ട്രേലിയയുടെ ഈ ഭാഗത്ത് എന്താണ്, വളരെ വാമായിട്ടുള്ള ഒരു വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭാഗം വാമായിട്ടുള്ളൊരു ഓഷ്യൻ അല്ലെങ്കിൽ വാമായിട്ടുള്ളൊരു വാട്ടറിൻ്റെ അക്യുമുലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഭാഗം വാമായിട്ടുള്ളൊരു അക്യുമുലേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ജലം ഉയർന്ന് നീരാവിയായി പൊങ്ങുന്നു. നീരാവിയായി പൊങ്ങി നമ്മുടെ കണ്ടൻസേഷൻ നടക്കുന്നു. അവിടെ ധാരാളം മഴ നമുക്ക് ലഭിക്കുന്നു. കൺവെക്റ്റീവ് റെയിൻഫോൾ നമുക്കവിടെ സാധ്യമാകുന്നു. ഏത്, നമ്മുടെ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ഒരു മഴ ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതിന് ശേഷം നമ്മുടെ ഈ എയർ കോൾഡ് എയർ ആയി, അതിൽ നിന്ന് മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ മഴയായിട്ട് പോയി അല്ലെങ്കിൽ റെയിൻഫോൾ ആയിട്ട് വന്നു. സോ മോയ്സ്ചർ കണ്ടൻ്റ് ഇല്ലാത്ത ഈ നമ്മുടെ എയർ എന്ത് ചെയ്യുന്നു, ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലേ? കോൾഡ് എയർ ആണ്, ഇത് ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് എങ്ങോട്ടേക്ക് ഡിസെൻഡ് ചെയ്യുന്നു, നമ്മുടെ ഈ സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ്റെ ഭാഗത്തേക്ക് വന്ന് ഡിസെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയൊരു എന്താ, എയറിൻ്റെ ഒരു സർക്കിൾ നമുക്കിവിടെ ഫോം ആവുന്നത് കാണാം. ഇതാണ് ആക്ച്വലി വോക്കർ സെൽ എന്ന് പറയാം, വോക്കർ സെൽ. ഓക്കെ, അപ്പം നോർമലി നടക്കുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കുള്ള വിൻഡിൻ്റെ മൂവ്മെൻറ്റ്, ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മുടെ ഓസ്ട്രേലിയ റീജിയനിൽ കൂടുതൽ എന്താ മഴ ലഭിക്കുന്നു അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കൂടുന്നു. അതുപോലെ ഈ ഒരു സൗത്ത് അമേരിക്കൻ റീജിയനിൽ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ സീ സർഫസ് വാട്ടർ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ചൂട് പിടിച്ച സർഫസ് വാട്ടർ ഇങ്ങോട്ടേക്ക് മാറുന്നു. അപ്പം സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഓഷ്യൻ്റെ അടിയിലുള്ള കോൾഡർ ആയിട്ടുള്ള വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ അപ്പ് വെല്ലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം നമ്മുടെ സൗത്ത് അമേരിക്കൻ റീജിയൻ, സൗത്ത് അമേരിക്കയിൽ നിന്ന് ട്രേഡ് വിൻഡ്സ് ഫോമായി ഇങ്ങോട്ടേക്ക് പോകുന്നു. അതിനനുസരിച്ച് സർഫസ് വാട്ടർ നമ്മുടെ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ ഭാഗത്തിലേക്ക് ചൂട് പിടിച്ച സർഫസ് വാട്ടർ ഇങ്ങോട്ടേക്ക് പൂളായി ഒരു വാം പൂളായിട്ട് ഡെവലപ്പ് ആകുന്നു. ആ വാം പൂള് ഡെവലപ്പായി എന്താ, കൺവെക്റ്റീവ് റെയിൻഫോൾസ് സംഭവിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഒരു അപ്പ് വെല്ലിംഗ് കണ്ടീഷൻ നമുക്ക് കാണാം. അതായത് ഈ ചൂടുള്ള വാട്ടർ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു. അതിനനുസരിച്ച് സമുദ്രത്തിൻ്റെ അടിയിലുള്ള കോൾഡർ വാട്ടർ മുകളിലേക്ക് വരുന്നു. മുകളിലേക്ക് വരുന്ന ഈ കോൾഡർ വാട്ടറിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ മറൈൻ എക്കോസിസ്റ്റത്തിലും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫിഷിൻ്റെയൊക്കെ ഒരു ഭക്ഷണമായിട്ടുള്ള ഒന്നാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ, സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം ഫിഷ് ഈ ഒരു റീജിയനിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. അങ്ങനെ ഈ ഒരു റീജിയൻ, നമ്മുടെ സൗത്ത് അമേരിക്കയുടെ ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഫിഷിംഗ് സോണിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പം സൗത്ത് അമേരിക്കയുടെ ഫിഷിംഗ് ഇൻഡസ്ട്രീനെ നമ്മുടെ ഈ ഒരു നോർമൽ കണ്ടീഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇവിടെയൊക്കെ എന്താ പ്രസിപ്പിറ്റേഷൻ്റെ കാര്യത്തിൽ ഈ ഒരു കണ്ടീഷൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മൺസൂൺ അത്യാവശ്യം വിഗറസ്ലി ഈ ഒരു അതിൻ്റെ ഒരു ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഇന്ത്യൻ മൺസൂണും കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ നോർമൽ കണ്ടീഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു നോർമൽ കണ്ടീഷൻ്റെ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് നമ്മുടെ ലാനീന. ഓക്കെ, ഈ നമ്മളിപ്പോൾ കണ്ട ഒരു നോർമൽ വേർഷൻ്റെ ഇൻറ്റൻസിഫൈഡ് വേർഷനാണ് ലാനീന എന്ന് പറയുന്നത്. ഈ ലാനീനയാണ് നമ്മുടെ
കാശ്മീരിൽ ഇപ്പം മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായിട്ട് ഉള്ളത്. അപ്പം നോക്കിക്കേ, ലാനിന നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ഓർക്കുക. ട്രേഡ് വിൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ട്രേഡ് വിൻസ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഈ നമ്മുടെ ഓസ്ട്രേലിയ അതുപോലെ ഇന്തോനേഷ്യ ഭാഗം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ട്രേഡ് വിൻസ് വന്ന് ആ ഏരിയ കംപ്ലീറ്റ്ലി ലോ പ്രഷർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലോ പ്രഷറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നു. അപ്പോൾ ആ ഒരു ഏരിയ കൂടുതൽ ട്രേഡ് വിൻസിനെ ഡിമാൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ട്രേഡ് വിൻസിനെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കൂടുതൽ ട്രേഡ് വിൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടുന്ന് കൂടുതൽ ട്രേഡ് വിൻസ് മൂവ് ചെയ്യുന്നു. ആ കൂടുതൽ ട്രേഡ് വിൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സീ സർഫസിലെ കൂടുതൽ വാട്ടറിനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു, ഈ ട്രേഡ് വിൻസിന് സാധിക്കുന്നു. അങ്ങനെ കൂടുതൽ വാട്ടർ നമ്മുടെ എങ്ങോട്ടേക്ക് അക്യുമുലേറ്റ് ആവുന്നു, ഓസ്ട്രേലിയ അതുപോലെ ഇന്തോനേഷ്യ ഭാഗത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, കണ്ടോ, കൂടുതൽ ട്രേഡ് വിൻസ് വരുന്നു. ആ ട്രേഡ് വിൻസ് ഒരു വലിയ പൂള് എങ്ങോട്ടേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓസ്ട്രേലിയൻ റീജിയനിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ഓഫ് ലോ പ്രഷർ, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് ഒരു മോയ്സ്ചർ കണ്ടന്റ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതിനനുസരിച്ചിട്ട് ഇവിടെ കൂടുതൽ കണ്ടൻസേഷൻ നടക്കുന്നു, കൂടുതൽ കൺവെക്റ്റീവ് റെയിൻഫോൾ നമുക്ക് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു അബ്നോർമൽ കണ്ടീഷൻ്റെ അതായത് വിഗറസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ മൺസൂൺ നമുക്ക് ഹാപ്പനിങ് ആവുന്നു, അല്ലെങ്കിൽ സാധ്യമാകുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കാശ്മീരിലെ മഞ്ഞുവീഴ്ച, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് വിൻ്റർ സീസൺ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു സബ് സീറോ ടെമ്പറേച്ചറും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ മോയ്സ്ചർ കണ്ടൻറ്റ്, ഹയർ പ്രസിപ്പിറ്റേഷനൊക്കെ നമ്മുടെ കാശ്മീരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത് പലതരത്തിലും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ക്രോപ്സൊക്കെ അവിടെ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രോപ്സിനൊക്കെ അത് ബെനഫിഷ്യൽ ആണെന്ന് പറയുന്നു. സോ അത് നമ്മുടെ എക്കണോമീനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഈ ഒരു സംവിധാനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ലാനിന ഇൻറ്റൻസിഫൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ വോക്കർ സെൽ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇൻറ്റൻസിഫൈഡ് നോർമൽ കണ്ടീഷൻ്റെ ഒരു വേർഷനാണ് ലാനീന എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലാനിന ഫിനോമിനൻ. നോക്കിക്കേ, നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ, അതായത് നോർമൽ കണ്ടീഷൻ ഇതാണ്, ട്രേഡ് വിൻസ് ഫോം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ട്രേഡ് വിൻസ് ഫോമായി അവിടെ ലോ പ്രഷർ റീജിയൻ ആവുന്ന കാണാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒരു ഭാഗത്തിലേക്ക് ട്രേഡ് വിൻസ് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്. സോ ട്രേഡ് വിൻസ്ഡ് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കൂടുതൽ ഏരിയയിലേക്ക് ആ ഒരു ലോ പ്രഷർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മുടെ മഴയും, അതുപോലെ ഇപ്പം ഓസ്ട്രേലിയയുടെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ധാരാളം രീതിയിൽ മഴയും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആകുന്നത് നമ്മുടെ ഈ ലാനിന കണ്ടീഷനാണ്. 2023 ഇന്ത്യയിൽ എൽ നീനോ വന്നതെങ്കിൽ ഈ പറയുന്ന 2024 ലാസ്റ്റും അതുപോലെ 2025 ഫസ്റ്റോട് കൂടിയും നമുക്ക് ലാനിന എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ കാശ്മീരിലെ മഞ്ഞുവീഴ്ച. ഇനി എൽ നീനോയും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രേഡ് വിൻസിൻ്റെയൊക്കെ കാര്യം, ഈ ഹൈ പ്രഷർ റീജിയൻ ആയതുകൊണ്ടാണ് സൗത്ത് അമേരിക്കയുടെ ഭാഗത്തിൽ നിന്ന് എങ്ങോട്ടേക്ക്, ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്ക് ട്രേഡ് വിൻസ് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ എൽ നിനോ കണ്ടീഷനിൽ നമ്മുടെ പസഫിക് ഓഷ്യൻ കംപ്ലീറ്റ്ലി എന്താവുന്നു, ചൂട് പിടിക്കുന്നു, കംപ്ലീറ്റ്ലി വാമർ ആകുന്നു. അപ്പം ഈ സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുള്ള ഒരു ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? പസഫിക് ഓഷ്യൻ കംപ്ലീറ്റ്ലി വാമർ ആകുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുള്ള ഹൈ പ്രഷർ റീജിയൻ കുറഞ്ഞു വരുന്നു. ആ ഒരു കുറവോടുകൂടി നമ്മുടെ ട്രേഡ് വിൻസ് അല്ലേ, ഒറിജിൻ ആയിട്ടുള്ള, വേണമെങ്കിൽ നമുക്ക് പറയാം ട്രേഡ് വിൻസിൻ്റെ ഒറിജിനാണ് ഹൈ പ്രഷർ റീജിയൻ എന്ന് നമുക്ക് പറയാം. സോ ആ ഹൈ പ്രഷർ റീജിയൻ വീക്കൻ ആവുന്നതോടുകൂടി ട്രേഡ് വിൻസും വീക്കൻ ആവുന്നു, ചില സ്ഥലങ്ങളിൽ ആബ്സെൻ്റ് ആവുന്നു. ആൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഈവൻ ആ ഒരു ട്രേഡ് വിൻസ് റിവേഴ്സായി വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അങ്ങനെ ട്രേഡ് വിൻസ് റിവേഴ്സായി നമ്മുടെ ആ ഒരു വാം പൂള് എങ്ങോട്ടേക്ക് മാറുന്നു, നമ്മുടെ സൗത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ്റെ ഭാഗത്തേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇവിടെ ലോ പ്രഷർ ആവുന്നു, എവിടെ, സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് ലോ പ്രഷർ ആവുന്നു. ഓക്കെ, അതുപോലെ നമ്മുടെ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ, ഓസ്ട്രേലിയയുടെ ഭാഗത്ത് വീണ്ടും എന്താ, ഹൈ പ്രഷർ ആവുന്നു. അപ്പം അതാണ് എൽ നീനോ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു എൽ നീനോ കണ്ടീഷനിൽ നമ്മുടെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, അതുപോലെ ഏഷ്യ റീജിയനിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഡ്രൗട്ട് കണ്ടീഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, വരൾച്ച അനുഭവപ്പെടുന്നു. വരൾച്ച, അതിനോടനുബന്ധിച്ച് ഫോറസ്റ്റ് ഫയറൊക്കെ അനുഭവപ്പെടുന്നു. അങ്ങനെ അത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ, സ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെയും വളരെ ഇൻവേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു
എൽ നീനോ കണ്ടീഷനിൽ സൗത്ത് അമേരിക്കയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ലോ പ്രഷർ റീജിയൻ ഇങ്ങോട്ടേക്ക് വരുന്നു. സാധാരണ ഒരു കോൾഡ് ഡ്രൈ വെതർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ലോ പ്രഷർ റീജിയൻ വന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ റെയിൻഫോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രസിപ്പിറ്റേഷൻ അവിടെ എത്തുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ ഫ്ലഡും അതിനോടനുബന്ധിച്ച നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഷിംഗ് സോൺ അവിടെ ഡെവലപ്പ് ആവുന്നില്ല. സോ സൗത്ത് അമേരിക്കയിലെ ഫിഷ് ഇൻഡസ്ട്രീനെ അത് ഇൻവേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ എൽ നീനോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, നമുക്ക് കാണാം ഈ എൽ നീനോ കണ്ടീഷൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്. നോർമൽ ഇയറിൽ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് ലോ പ്രഷർ എന്നുണ്ടെങ്കിൽ എൽ നീനോ ഇയറിൽ നോക്കിക്കേ നമുക്ക് നമ്മുടെ ഈ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക റീജിയനിലാണ് ഒരു ലോ പ്രഷർ ഫോം ആവുന്നത്. അങ്ങനെ അവിടെ നമുക്ക് ഈ പറഞ്ഞ ഫിനോമിനൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നു. അപ്പം നമ്മൾ ലാ നീന എന്നൊരു ഫിനോമിനനാണ് നമ്മുടെ എന്തിന് കാരണമായിട്ടുള്ളത്? നമ്മുടെ കാശ്മീരിലെ മഞ്ഞുവീഴ്ചയും അതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യം കണ്ട കാര്യങ്ങൾക്കും കാരണമാവുന്നുള്ളത് മനസ്സിലാക്കി. Hope you all understand. Thank you.